എനിക്കും എൻ്റെ മകനും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം. ഭർത്താവിനോടുള്ള വാശി തീർക്കാനായി ഒന്നും അന്വേഷിക്കാതെ എടുത്തു ചാടി ഒരു കല്യാണം അത് വേണ്ടിയിരുന്നില്ല. എന്റെ കൊച്ചുമോൾ ഒരു ദിവസം പോലും അവനോടൊപ്പം. അത് നമുക്കറിയാം, നാട്ടുകാർക്കറിയില്ലല്ലോ. മകൾക്ക് ഇനിയൊരു വിവാഹം, അത് സെക്കൻഡ് മാരേജ് തന്നെയാണ്. എൻ്റെ മോനത് പ്രശ്നമല്ല, എങ്കിലും അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. നിയമപരമായി ബന്ധം വേർപെടുത്തണം. ഏത് പേപ്പറിലും അശോക് ചക്രവർത്തി സൈൻ ചെയ്തു തരും. അവനെ ഞാൻ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്. എങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്നൊരല്പം മാറ്റം. സർവ്വസ്വത്തിലും ഒരു പവർ ഓഫ് അറ്റോർണി അതുമാത്രം നിങ്ങൾ എഴുതി തന്നാൽ മതി. നമുക്കുടനെ മുഹൂർത്തം കുറിച്ചേക്കാം. ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് എൻ്റെ രീതിയല്ല. ഇതിലൊന്ന് ഒപ്പിട്ട ഇനി ഈ വിവാഹം വഹിക്കുന്നത് ബുദ്ധിയാണോ? മിസ്റ്റർ രാമചന്ദ്ര മേനോൻ ഒരു ജെന്റിൽമാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പിട്ട് കൊടുത്തേക്ക് മോളെ. നമുക്ക് വലുത് നമ്മുടെ മോളുടെ ജീവിതമാണ്. അപ്പോ എത്രയും വേഗം നമ്മൾ മുഹൂർത്തം നിശ്ചയിക്കുന്നു. ശരി. വാ മോളെ. എല്ലാം മനസ്സിലാക്കിയിട്ട് നീ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? എല്ലാം വിശദമായി പറയാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്താ ഇത്? ഇതെന്റെ പേഴ്സണൽ ചെക്ക്. ആ സ്കൗണ്ടറിന് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. 5 രൂപയുടെ വിലയില്ലാത്തവന് ഞാൻ കൊടുക്കേണ്ടി വന്നത് 5 കോടി. എന്റെ ഭർത്താവിന്റെ വില നിശ്ചയിക്കേണ്ടത് മമ്മിയല്ല, ഞാനാ. അതെങ്ങനാ? സ്വന്തം ഭർത്താവിന് പുല്ല് വില കൽപ്പിക്കാത്ത മമ്മിക്ക് എങ്ങനെയാ ഒരു ഭർത്താവിന്റെ വില അറിയാ? പണം കൊടുത്ത് ഒഴിവാക്കേണ്ട ഒരു വസ്തു അല്ല ഭർത്താവ്. മോളെ നീ മേലിൽ എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ അമ്മയും മകളും എത്തി നോക്കരുത്. നോക്കിയാൽ സോറി മാഡം, മാഡം വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റി വിടണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? പുതിയ മുതലാളി. ഏത് മുതലാളി? താൻ ഗേറ്റ് തുറക്കടോ? പറ്റില്ല മാഡം, ഇത് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ മേനോൻ സാറിന്റെ ഓർഡറാണ്. നിക്ക് നിക്ക് നിക്ക്, എങ്ങോട്ടാ ഒരു ലക്കും ലകാനുമില്ലാതെ? പുതിയ മുതലാളിയെ കാണാൻ വേണ്ടി വന്നാണോ? മുൻകൂട്ടി പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? പുതിയ മുതലാളിയോ? എക്സ്ക്യൂസ് മീ, ഇദ്ദേഹം നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ടു നടന്ന ആ പഴയ കേശുവല്ല, പുതിയ മുതലാളിയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. നിങ്ങൾ രണ്ടിനും ഞാൻ എന്താ അവിടെ? അവരെ ഇങ്ങോട്ട് കടത്തി വിട്ടേക്ക്. യെസ് സർ, കേറി ചെല്ല്. എന്താ എന്താ തന്റെ ഉദ്ദേശം? സോറി, ഒന്നും പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല. എന്റെ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് എല്ലാം സ്വന്തം പേരിലാക്കാനുള്ള തിരക്കിലായിരുന്നു താൻ. അയ്യോ, എന്റെ പേരിലല്ല, എന്റെ ബോസിന്റെ പേരിലാ. ഏത് ബോസ്? ഏത് ബോസ് ആണോ തന്റെ പിന്നിൽ? ഇവനും ഞാനല്ല, സാറാകത്തുണ്ട്. ഞാൻ ചക്രവർത്തി, അശോക ചക്രവർത്തി. ഇപ്പോഴാണ് ചെങ്കോലും കിരീടവും രാജ്യമൊക്കെ കിട്ടിയത്. എന്താണ് ഒരു അമ്പരപ്പ്? നിനക്കിവിടെ എന്താ കാര്യം? നീ ഇപ്പൊ ചിരിച്ചോ? പക്ഷെ ഒരു പൊട്ടിക്കരച്ചിലിന്റെ മുന്നോടിയാണ് ഈ ചിരി. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്. പിന്നീട് അഴി എണ്ണുമ്പോ കാല് പിടിക്കാൻ വന്നേക്കരുത്.
ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാനോ? കണ്ണടച്ച് തുറക്കും മുമ്പ് ഒരു സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട നിങ്ങൾ എന്റെ ഈ കാലുകളാണ് പിടിക്കേണ്ടത് കേട്ടോ? യു ചീറ്റ്. ഓഫ് കോഴ്സ് ആയാ. പെട്ടെന്ന് കോടീശ്വരന്മാരാവുന്ന എല്ലാവരുടെയും പിന്നിൽ ഇതുപോലുള്ള ചതികളും കഥകളും ഒക്കെ മറിഞ്ഞിടപ്പുണ്ടാവും അല്ലേ ഗ്രാൻഡ്മ? ഞാൻ ഇതുവരെ എങ്ങനെ പെട്ടെന്ന് ഒരു കോടീശ്വരനാകാമെന്ന നാടകത്തിന്റെ രചനയിലായിരുന്നു. ഇവരൊക്കെ എന്റെ കഥയിലെ നല്ല കഥാപാത്രങ്ങളാണ്, വില്ലന്മാരല്ല. കേട്ടിട്ടില്ലേ? ലൈഫ് ഈസ് എ ഡ്രാമ, വേൾഡ് ഈസ് എ സ്റ്റേജ്, ഗോഡ് ഈസ് ദി ഡയറക്ടർ ആൻഡ് വി ആർ ഓൾ ആക്ടേഴ്സ്. വെറുതെ ഈ IPS ഉണ്ടല്ലോ, ഇവൻ എന്റെ ബാല്യകാല സുഹൃത്ത് മധുറാം. ഇവന്റെ അച്ഛൻ രാമേന്ദ്ര സാർ, അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ജൂനിയറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഗുരുവാ. ഇവൻ രാജലക്ഷ്മിയെ കല്യാണം ആലോചിച്ചു വന്നതും സ്വത്തിന്റെ പേരിൽ പിന്മാറിയതും എന്റെ തിരക്കഥയാണ്. നിങ്ങളുടെ മകളുമായിട്ടുള്ള എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഈ കഥയിലെ ഫസ്റ്റ് ഹാഫിലാണ് ഞാൻ ഇവരെ ഗസ്റ്റുകളായി കൊണ്ടുവന്നത്. പക്ഷേ ഇന്റർവെല്ലിലെ ട്വിസ്റ്റ് കണ്ടപ്പോഴാണ് സെക്കൻഡ് ഹാഫിലും എനിക്ക് ഇവർ ആവശ്യമാണെന്ന് മനസ്സിലായത്. ഇതോടെ ഈ കഥയിൽ ഇവരുടെ റോള് കഴിഞ്ഞു. താങ്ക് യു. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഇവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. വി വിൽ മീറ്റ്. ഓക്കെ. താങ്ക് യു. ചേടാ ചക്രവർത്തി, ഇവളൊരു പേപ്പറിൽ ഒപ്പിട്ട് തന്നെന്ന് കരുതി നീ എന്ത് നാടകം കളിച്ചാലും ഒന്നും നിന്റെ പേരിലാവെന്ന് കരുതണ്ട. നിയമത്തിന്റെ മുന്നിൽ അതിന് ഒരു വിലയുണ്ടാവില്ല. എന്തുകൊണ്ടില്ല? രാജാസ് ഗ്രൂപ്പിന്റെ സർവസ്വത്തിനും അധിപനായിരുന്നു രാജവെങ്കടേശ്വര ചെട്ടിയാർ, ഗ്രാൻഡ്മയുടെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഏകമകൾ ഈ നിൽക്കുന്ന രാജമല്ലികയാണ് സർവസ്വത്തിന് അവകാശം. അല്ല, ഈ സർവസ്വത്തിന്റെ അവകാശി ഞാൻ മാത്രമാണ്. ഇവളുടെ ഒപ്പിന് ഒരു വിലയും ഇല്ല. അത് ഞാൻ കോടതിയിൽ പ്രൂവ് ചെയ്തോളാം. വക്കീലിന് നിയമം പഠിപ്പിക്കല്ലേ? സ്വത്തിന്റെ സകല അവകാശവും മകൾക്കാണെന്ന് കോടതിയിൽ പുഷ്പം പോലെ ഞാൻ തെളിയിക്കും. നിനക്കതിന് സാധിക്കില്ല. സാധിക്കും, സാധിക്കും, സാധിക്കും. ഇല്ല ഇല്ല ഇല്ല. എന്തുകൊണ്ടില്ല? അവൾ എന്റെ മകളല്ലാത്തത് കൊണ്ട്. എന്താ പറഞ്ഞേ? അത് ഒന്നുകൂടി പറഞ്ഞേ. ഈ നിൽക്കുന്ന രാജമല്ലിക നിങ്ങളുടെ മകളല്ലെന്നല്ലേ പറഞ്ഞത്? റിലാക്സ്. ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയാ ഞാനിങ്ങനെ പെടാപ്പാട് വിട്ടത്. കേട്ടല്ലോ, നിങ്ങൾ രാജവെങ്കടേശ്വര ചെട്ടിയാരുടെയും രാജകോകിലയുടെയും മകളല്ലെന്ന്. പിന്നെ നിങ്ങൾ ആരാ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഗ്രാൻഡ്മ, ഇനി നിങ്ങൾക്ക് കള്ളം പറഞ്ഞു നേടാനാവില്ല. പ്ലീസ്. പാരമ്പര്യ സ്വത്തിന്റെ അഹങ്കാരത്തിലും ചാടയിലും ലോകം ഭരിച്ച നിങ്ങള് ഈ ഒരു നിമിഷം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ അനാഥയാണ്. എന്നാൽ നിങ്ങൾ അനാഥയല്ല, നിങ്ങൾക്കൊരമ്മയുണ്ട്. അല്ലേ ഗ്രാൻഡ്മ? ഇല്ല ഇല്ല. എന്താ ഗ്രാൻഡ്മ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഗ്രാൻഡ്മ കഥയിലെ വില്ലത്തിയൊന്നല്ലോ, സാഹചര്യം. അതാണ് ഗ്രാൻഡ്മയ്ക്ക് ഒരു വില്ലത്തി പരിവേഷം നൽകിയത്. നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കഥയുണ്ടേ ഗ്രാൻഡ്മയ്ക്ക്. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച കോകില എന്ന സാധു പെൺകുട്ടിയെ ഒരിക്കൽ സ്ത്രീലമ്പടനും മധ്യവയസ്കനുമായ രാജവെങ്കടേശ്വര ചെട്ടിയാർ കാണുന്നു. അവിടെ ഈ കഥ തുടങ്ങുന്നു. പലവട്ടം ശ്രമിച്ചിട്ടും തന്റെ ഇംഗീതത്തിന് വശംവദയാകാതിരുന്ന കോകിലയെ ചെട്ടിയാർ ഒരു വാശിപ്പുറത്ത് ഭീഷണിപ്പെടുത്തി വിവാഹം ചെയ്തു. ആവശ്യം കഴിഞ്ഞ ചെട്ടിയാർക്ക് കോകിലയും ഒരു ബാധ്യതയായി. അയാൾ കോകിലയെ ഒരുപാട് ഉപദ്രവിച്ചു. അല്ലേ ഗ്രാൻഡ്മ? ഗർഭിണിയായിരുന്ന കോകില ചെട്ടിയാരുടെ ചവിട്ടേറ്റ ആശുപത്രിയിലായി. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും അമ്മയാകില്ലെന്ന് സത്യം മനസ്സിലാക്കി ആശുപത്രി വിട്ടിറങ്ങുന്ന നേരത്ത് കോകില ആ സന്തോഷ വാർത്ത കേട്ടു. ചെട്ടിയാർ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. അവകാശികളില്ലാത്ത ചെട്ടിയാരുടെ സാമ്രാജ്യം അതോടെ കോകിലയുടെ അധീനതയിലായി. വെറും കോകില അങ്ങനെ രാജ കോകിലയായി മാറി. എല്ലാം നേടിയിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ട രാജകോകിലയ്ക്ക് തന്നെ സ്നേഹിക്കാൻ, തനിക്ക് സ്നേഹിക്കാൻ ഒരു കുഞ്ഞിനെ വേണം തോന്നി. കുഞ്ഞിനെ ദത്തെടുത്തു.
ആ കുഞ്ഞാണ് ഈ രാജമല്ലിക, അല്ലേ ഗ്രാൻഡ്മ? കഥ ഇവിടം കൊണ്ടും തീരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിന് അവകാശം പറഞ്ഞ ഒരമ്മ ഈ ബംഗ്ലാവിന്റെ മുമ്പിലെത്തി. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിനെ പിരിയാൻ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല, വിട്ടുകൊടുക്കാൻ ഈ രാജകോകിലയ്ക്കും. ഒടുവിലെ അമ്മയെ ഇവിടെ വീട്ടുജോലിക്കാരിയാക്കി മാറ്റിക്കൊണ്ട് കോകില ആ പ്രശ്നം പരിഹരിച്ചു. അമ്മയ്ക്ക് മകളെ കാണാം, പക്ഷേ മകൾ അറിയരുത് അവരമ്മയാണെന്ന സത്യം. ആ അമ്മ എന്ന സത്യം ഓർമ്മ വച്ച കാലം മുതൽ നിങ്ങളുടെ കൺമുമ്പിലുണ്ടായിരുന്നു. നിങ്ങൾ ശാസിച്ചും തല്ലിയും ആട്ടിയും ശീലിച്ച ഭവാനിയമ്മ. ഇപ്പോ ഈ ഭൂമി പിളർന്ന് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലേ? രാജകോകിലയ്ക്ക് ഭവാനി അമ്മയോട് എന്തോ ഒരു സെന്റിമെന്റ്സ് എപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പിടിച്ചാണ് ഭവാനി അമ്മയിൽ നിന്ന് ഞാനെല്ലാം മനസ്സിലാക്കിയത്. ഞാനിതൊന്നും പറയില്ലായിരുന്നു, പക്ഷേ നിങ്ങളുടെ തലയിൽ കുടിയേറി പാർത്തിരിക്കുന്ന അഹങ്കാരവും പണത്തിന്റെ ഹുങ്കും കുടിയൊഴിഞ്ഞ് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി മാറണമെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങളിവിടെ ആരുമല്ല. മനസ്സിൽ കുറ്റബോധത്തിന്റെ ഒരു അംശമെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം വീഴേണ്ടത് ജന്മം തന്ന ആ അമ്മയുടെ കാൽക്കലാണ്, പിന്നെ ഭർത്താവിന്റെയും. മാഡത്തിനെയും ഭർത്താവിനെയും തമ്മിൽ അകറ്റിയത് ഈ ഗ്രാൻഡ്മയുടെ ഭയമാണ്. ഈ ലോകത്തുള്ള പുരുഷന്മാർക്കെല്ലാം ചെട്ടിയാരുടെ മുഖമാണെന്ന് ഗ്രാൻഡ്മ വിശ്വസിച്ചു. സ്നേഹിച്ച് വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭർത്താവിൽ പോലും ഗ്രാൻഡ്മ ചെട്ടിയാരുടെ മുഖം കണ്ടു, നിങ്ങളെ തമ്മിൽ അകറ്റി. മാത്രമല്ല, ഗ്രാൻഡ്മയ്ക്ക് നിങ്ങളോടുള്ള അമിതമായ സ്നേഹം, പൊസസീവ്നെസ് അല്ലേ ഇവരെ തമ്മിൽ അകറ്റാനുള്ള മറ്റൊരു കാരണം? ദാ, എനിക്ക് നിങ്ങളുടെ ഒരു ചില്ലി കാശ് പോലും വേണ്ട, അല്ലാണ്ട് ജീവിക്കാൻ എനിക്കറിയാം. ലക്ഷ്മി, എന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഒരു പണത്തിനും പകരം വാങ്ങാൻ കഴിയാത്ത സ്നേഹം അവളുണ്ട് ഈ മനസ്സിൽ. അത് കൊടുത്ത് നേടിയതാണ് ഞാനിവിടെ. ഈ ഒരു സ്വത്ത് മാത്രമേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. വാ ലക്ഷ്മി. നീ നിനക്ക് വേണ്ടി എഴുതുന്ന ഒരു നാടകമാണ് ലൈഫ് എന്നല്ലേ എപ്പോഴും പറയാറ്. ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ? ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞട പൊട്ടാ. കഴിഞ്ഞോ? എപ്പോ? അപ്പോ ശുഭപര്യ വ്യവസായി നിന്ന് ചിരിക്കുമ്പോ അവസാനിപ്പിക്കുന്ന പരിപാടിയില്ലേ? നീ പറയുന്ന ടൈലന്റ് അതിപ്പോ പല ക്യാരക്ടേഴ്സും പല വഴിക്ക് കിടക്കല്ലേ, ഒന്നിക്കണ്ടേ? ഒരു കഥാപാത്രം എത്തി. ആ നിൽക്കുന്ന അഹങ്കാരിയ രാജമല്ലികയല്ല. ആ മാറ്റം കണ്ടിട്ട് അങ്കൾ ആഗ്രഹിച്ച പോലെ ഉത്തമയായ ഭാര്യയാണെന്ന് തോന്നുന്നു. ചെന്ന് വിളിച്ചോണ്ടു വാ. ചെല്ല്. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പുറത്തു പറയാൻ ഒരു പദവി എന്നുമുണ്ട് നിന്റെ കൂടെ. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഭാര്യ എന്ന പദവി. ഭാര്യയും ഭർത്താവ് ഒന്നു ചേർന്ന അസുലഭ മുഹൂർത്തം. അനാഥയായ അമ്മക്ക് സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ നാടകീയമായ മറ്റൊരു മുഹൂർത്തം. അടുത്ത കഥാപാത്രം ലാൻഡ് ചെയ്തല്ല. ഹായ് ഗ്രാൻഡ്മ, എന്താ പുറത്തിറങ്ങാത്തെ? വാ വാ വാ. എല്ലാരും ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നില്ലേ? ആര് പറഞ്ഞു ഒറ്റയ്ക്കാക്കിയെന്ന്? എനിക്ക് അവരെ പിരിയാൻ വയ്യ. ഹായ്, പിരിഞ്ഞു എന്ന് ആരാ പറഞ്ഞേ? ഇങ്ങ് വന്നേ. എല്ലാം ഗ്രാൻഡ്മയുടെ കൊച്ചു കൊച്ചു തമാശകളും കുസൃതികളൊക്കെ ആയിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ.
പ്രായം കൂടി വരുമ്പോ ചിലർക്ക് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാവും. ആണോ? ആ. എന്നാ എല്ലാരും എന്റെ വീട്ടിലേക്ക് വരണം. എല്ലാവരും വരും. അതുവരെ കുറച്ചു കാലം ഗ്രാൻഡ്മ ഞങ്ങളുടെ കൂടെ കൊച്ചു വീട്ടിൽ താമസിക്കണം. അതെ, സ്നേഹം, കെയറിങ് രണ്ടും കൂടി ചാലിച്ച് മർമ്മത്ത് ഒരൊറ്റ അടി കൊടുത്ത ഏത് പെണ്ണിനും വരച്ച വരയിൽ നിർത്താൻ പറ്റും. അതാണ് ഇവിടുത്തെ പല ആണുങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്. അതെ സാറേ, നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ഈ മരുമകൻ, മിസ്റ്റർ മരുമകൻ.